വെൽക്കം സ്റ്റുഡൻസ്. ഈ വിഷയത്തിൽ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രക്രിയ ഉപയോഗിച്ച് ഓവർഹെഡ് പൊസിഷനിൽ 4G 10 mm കട്ടിയുള്ള MS പ്ലേറ്റിൽ ഫില്ലറ്റ് ലാപ്പ് ജോയിന്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കും. ഫില്ലറ്റ് വെൽഡുകളെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഒരു കോണിൽ 2 മെറ്റൽ കഷ്ണങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരം വെൽഡാണ് ഫില്ലറ്റ് വെൽഡ്. സാധാരണയായി 90 ഡിഗ്രി കോണിൽ ഒരു ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്കിപ്പോൾ ഓവർഹെഡ് വെൽഡിംഗിലേക്ക് പോയാലോ? അതെ, ഓവർഹെഡ് വെൽഡിംഗ് എന്നത് വെൽഡിംഗ് പ്രക്രിയയാണ്. അതിൽ വെൽഡറിന് മുകളിൽ വെൽഡിംഗ് ജോയിന്റ് സ്ഥാപിച്ച് വെൽഡിംഗ് പ്രവർത്തനം നടത്തുന്നു. സാധാരണയായി ഗുരുത്വാകർഷണ ബലത്തിന് ഇത് എതിരായാണ് പ്രവർത്തിക്കുന്നത്. വെൽഡ് സ്പാറ്റർ, സ്ലാഗ് ഇൻക്ലൂഷൻ, പ്രോപ്പർ പെനിട്രേഷൻ നേടുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്നിവ പോലുള്ള പ്രശ്നങ്ങളുടെ റിസ്ക് കാരണം ഓവർഹെഡ് വെൽഡിംഗ് പലപ്പോഴും കൂടുതൽ കോംപ്ലക്സ് ആൻഡ് ഡിഫിക്കൽട്ട് വെൽഡിംഗ് സ്ഥാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടും. ലക്ഷ്യങ്ങൾ. ഈ ടോപ്പിക്കിന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും. 150 mm നീളവും 50 mm വീതിയും 10 mm കനവും അനുസരിച്ച് പ്ലേറ്റുകൾ തയ്യാറാക്കുക. തുല്യ അകലത്തിൽ ജോയിന്റിന്റെ ഓരോ അറ്റത്തും ലാപ്പ് ജോയിന്റ്, ടാക്ക് വെൽഡ് എന്നിവയുടെ രൂപത്തിൽ പ്ലേറ്റുകൾ സജ്ജമാക്കുക. ഓവർഹെഡ് പൊസിഷനിൽ വേവിംഗ് ടെക്നിക് ഉപയോഗിച്ച് റൂട്ട് റൺ, സെക്കൻഡ് റൺ, തേർഡ് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. ഏതെങ്കിലും സർഫസ് ഡിഫക്റ്റുകൾ അറിയാൻ വെൽഡ് ബീഡ് പരിശോധിക്കുക. മുകളിൽ പറഞ്ഞ ലക്ഷ്യങ്ങൾക്ക് പുറമെ ഓവർഹെഡ് പൊസിഷനിൽ ഒരു ഫില്ലറ്റ് ലാപ്പ് ജോയിന്റ് വെൽഡിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇനി പറയുന്ന പോയിന്റുകൾ മനസ്സിലാക്കണം. വെൽഡ് ചെയ്യുന്ന മെറ്റീരിയലിന്റെ കനത്തിനുള്ള കറക്റ്റ് വോൾട്ടേജും ആംപേറേജും, ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് ഏതു തരത്തിലുള്ളതാണ് എന്നിവയ്ക്കായി വെൽഡിംഗ് മെഷീൻ സജ്ജമാക്കണം. നിരപ്പായതും ഏകീകൃതവുമായ വെൽഡ് ബീഡ് നിർമ്മിക്കുന്നതിന് ഇലക്ട്രോഡ് ശരിയായ ആംഗിളിലും ട്രാവൽ സ്പീഡിലും പിടിക്കണം. സ്ലാഗ് ഇൻക്ലൂഷനും പൊറോസിറ്റിയും ഒഴിവാക്കാൻ വെൽഡ് പൂൾ ചെറുതും ഉരുകിയതുമായിരിക്കണം. അടുത്ത ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓരോ ബീഡിൽ നിന്നും സ്ലാഗ് നീക്കം ചെയ്യണം. ഇപ്പോൾ ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിൽ ഓവർഹെഡ് പൊസിഷനിൽ വെൽഡിന്റെ സുരക്ഷയും ഫില്ലറ്റ് ലാപ്പ് ജോയിന്റിന്റെ ഗുണനിലവാരവും ഉറപ്പാക്കുന്നതിന് അത്യാവശ്യമായ ടൂളുകളുടെയും എക്യുപ്മെന്റുകളുടെയും ലിസ്റ്റ് ഇനി പറയുന്നതാണ്. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, പ്രിക് പഞ്ച്, ബോൾ പീൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, ഇലക്ട്രോഡ് കേബിളും എർത്ത് കേബിളും, ഇലക്ട്രോഡ് ഹോൾഡർ, ഇലക്ട്രോഡ്, വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ, SMAW വെൽഡിംഗ് പ്ലാൻ മെഷീനും അവയുടെ സജ്ജീകരണ അക്സസറികളും, സി ക്ലാമ്പ്, സംരക്ഷണ വസ്ത്രം ധരിക്കുക. ഗ്രൈൻഡിംഗ് ചെയ്യുമ്പോൾ പ്ലെയിൻ ഗോഗിൾസും ഗ്യാസ് കട്ട് ചെയ്യുമ്പോൾ വെൽഡിംഗ് ഗോഗിൾസും ഉപയോഗിക്കുക. ഒരു MS പ്ലേറ്റ് എടുക്കുക. മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് ശരിയായ സ്പെസിഫിക്കേഷനുകളും ഗുണനിലവാരവും പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഏതെങ്കിലും സർഫസ് ഡിഫക്റ്റുകൾ, അരികുകളിലെ ക്രമക്കേടുകൾ എന്നിവയ്ക്കായി പ്ലേറ്റുകൾ പരിശോധിക്കുക. മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് വൃത്തിയുള്ളതും തുരുമ്പ്, അഴുക്ക്, ഗ്രീസ് അല്ലെങ്കിൽ വെൽഡിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്ന ഏതെങ്കിലും മലിനീകരണം എന്നിവയിൽ നിന്ന് മുക്തവുമാണെന്ന് ഉറപ്പാക്കുക. മലിനമായ എന്തെങ്കിലും കണ്ടെത്തിയാൽ കെമിക്കൽ ക്ലീനിംഗ് കോമ്പൗണ്ട് ഉപയോഗിച്ച് പ്ലേറ്റ് വൃത്തിയാക്കുക. കൂടാതെ സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് തുരുമ്പും അഴുക്കും നീക്കം ചെയ്യുക. MS പ്ലേറ്റിൽ ചോക്ക് പോലെയുള്ള മാർക്കിംഗ് മീഡിയം അപ്ലൈ ചെയ്യുക. മാർക്കിംഗ് മീഡിയം ഉണങ്ങാൻ കുറച്ച് മിനിറ്റ് കാത്തിരിക്കുക. ഒരു റൂളറും സ്ക്രൈബറും ഉപയോഗിച്ച് പ്ലേറ്റിന്റെ നീളം 150 mm അടയാളപ്പെടുത്തുക. റൂളറും സ്ക്രൈബറും ഉപയോഗിച്ച് പ്ലേറ്റിന്റെ വീതി 50 mm അടയാളപ്പെടുത്തുക. നീളം അളക്കുന്ന ഭാഗത്ത് പ്രിക് പഞ്ചും ചുറ്റികയും ഉപയോഗിച്ച് പഞ്ച് ലൈൻ അടയാളപ്പെടുത്തുക.
വീതി അളക്കുന്നതിനും ഇത് ചെയ്യുക. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ടിംഗ് പ്രക്രിയ ആരംഭിക്കുക. MS പ്ലേറ്റ് മുറിക്കുന്നതിന് ഓക്സി അസറ്റിലിൻ കട്ടിംഗ് സജ്ജീകരണം സെറ്റപ്പ് ചെയ്യുക. ഓക്സിജന്റെയും അസറ്റിലിന്റെയും വർക്കിംഗ് പ്രഷർ സെറ്റ് ചെയ്യുക. 150 mm നീളം, 50 mm വീതി, 10 mm കനം എന്നീ അളവിലുള്ള വർക്ക് പീസ് ഗ്യാസ് കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. ഗ്രൈൻഡിംഗ് ഉപയോഗിച്ച് അരികുകൾ ഡീബർ ചെയ്യുക. പ്ലേറ്റുകളുടെ സ്ക്വയർനെസ് പരിശോധിക്കുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് പ്ലേറ്റുകളുടെ ഉപരിതലം വൃത്തിയാക്കുക. ലാപ്പിംഗ് ഡിസ്റ്റൻസ് 20 മില്ലിമീറ്ററായി ക്രമീകരിച്ച് പ്ലേറ്റുകളെ ലാപ്പ് ജോയിന്റായി സജ്ജമാക്കുക. വെൽഡിംഗ് പ്രക്രിയ ആരംഭിക്കുന്നതിന് വെൽഡിംഗ് ടേബിളിൽ പ്ലേറ്റ് തയ്യാറാക്കി വയ്ക്കുക. SMAW മിഷൻ സജ്ജീകരിക്കാൻ ആരംഭിക്കുക. ഇലക്ട്രിക്കൽ ഷോക്ക് ഒഴിവാക്കാൻ SMAW മിഷൻ സുരക്ഷിതമായ അകലത്തിൽ സൂക്ഷിക്കുക. എർത്ത് ക്ലിപ്പ് നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഒരു തെറ്റായ എർത്ത് ക്ലിപ്പ് വെൽഡിംഗ് പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കും. വെൽഡിങ്ങിനായി ശരിയായ ഇലക്ട്രോഡ് എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇലക്ട്രോഡിന്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പരിശോധിക്കുക. 3.15 mm ഡയ MS ഇലക്ട്രോഡ് തിരഞ്ഞെടുത്ത് വെൽഡിംഗ് ടോർച്ചുമായി ബന്ധിപ്പിക്കാൻ തയ്യാറാക്കി വയ്ക്കുക. വെൽഡിംഗ് ടോർച്ച് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ വെൽഡിംഗ് ടോർച്ചിലെ ഇലക്ട്രോഡ് ഹോൾഡർ പരിശോധിക്കുക. പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ അവ പരിഹരിക്കുക. രണ്ടറ്റത്തും ബന്ധിപ്പിക്കുന്ന വയറുകൾ പരിശോധിക്കുക. കേബിളുകൾ ഏതെങ്കിലും മുറിഞ്ഞിട്ടുണ്ടോ എന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഡീഫോർമാലിറ്റീസ് ഉണ്ടോ എന്നും പരിശോധിക്കുക. അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തിയാൽ ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് പ്രശ്നം പരിഹരിക്കുക. ഇലക്ട്രിക്കൽ കേബിളിന്റെ ഒരറ്റം വെൽഡിംഗ് ടോർച്ച് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുകയും മറ്റേ അറ്റം SMAW മെഷീനുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുക. SMAW മെഷീനിലും വെൽഡിംഗ് ടോർച്ചിലും കേബിളുകൾ സുരക്ഷിതമായി ഉറപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. വെൽഡിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് മിഷൻ സജ്ജീകരിച്ചിരിക്കുന്നത് പരിശോധിക്കുക. SMAW മിഷന്റെ പവർ സപ്ലൈ പരിശോധിച്ചുകൊണ്ട് ആരംഭിക്കുക. SMAW മെഷീനിൽ വെൽഡിങ്ങിനായി ശരിയായ ആംപിയറേജ് സജ്ജീകരിക്കുക. ഇൻലെറ്റ് വെൽഡിങ്ങിനായി ശരിയായ ആംപിയറേജ് സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ആംപിയറേജ് കുറിച്ച് ഉറപ്പില്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ പരിശോധിച്ച് അതനുസരിച്ച് വെൽഡിംഗ് പ്രക്രിയയ്ക്കായി ക്രമീകരിക്കുക. ടാക്ക് വെൽഡിങ്ങിനായി കറണ്ട് 110 ആംപിയറായി സജ്ജമാക്കുക. മിഷൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സാമ്പിൾ പ്ലേറ്റിൽ ആർക്ക് ടെസ്റ്റ് നടത്തുക. വെൽഡിംഗ് ടേബിളിൽ സൂക്ഷിച്ചിരിക്കുന്ന ലാബ് ജോയിന്റിന് സമീപം ഇലക്ട്രോഡ് ഘടിപ്പിച്ച ഒരു വെൽഡിംഗ് ടോർച്ച് എടുക്കുക. രണ്ടറ്റത്തും 3 mm ടാക്ക് സൈസ് ഉപയോഗിച്ച് പ്ലേറ്റുകൾ വെൽഡ് ചെയ്യുക. ഏതെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ അറിയാൻ ടാക്ക് വെൽഡ് പരിശോധിക്കുക. ഈ വിഷയത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്നുകൂടെ നോക്കിയാലോ? വലിപ്പം അനുസരിച്ച് പ്ലേറ്റുകൾ തയ്യാറാക്കുക. 150 മില്ലിമീറ്റർ നീളം, 50 മില്ലിമീറ്റർ വീതി, 10 മില്ലിമീറ്റർ കനം. തുല്യ അകലത്തിൽ ജോയിന്റിന്റെ ഓരോ അറ്റത്തും ലാബ് ജോയിന്റ് ടാക്ക് വെൽഡ് രൂപത്തിൽ പ്ലേറ്റുകൾ സജ്ജമാക്കുക.